അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജേക്കബ്. ഞാൻ ഈ സബ്ജക്റ്റിനെക്കാട്ടിയും കുറച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു ചോദ്യമാണ് ചോദിക്കാൻ വന്നത്. എൻ്റെ ഫ്രണ്ട്, ഹിസ് നെയിം ഈസ് ജോസഫ്. അദ്ദേഹം മലപ്പുറത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിസ് വർക്കിംഗ് ഇൻ മലപ്പുറം. കാൻറ്റ് ഹിയർ മീ സർ? കേൾക്കാൻ വയ്യേ? യു കാൻറ്റ് ഹിയർ മീ സർ? അപ്പോൾ അദ്ദേഹം ഒരു കാത്തലിക് ആയിരുന്നു. മൈ ഫ്രണ്ട്, ഹിസ് നെയിം ഈസ് ജോസഫ്, കാത്തലിക് ആയിരുന്നു. അപ്പോൾ ഒരു വർഷമായി മലപ്പുറത്താണ് അദ്ദേഹം. അപ്പോൾ അവിടെ ചെന്നു, അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് സത്യം മനസ്സിലാക്കി ഹീ ഗോട്ട് കൺവേർട്ട് ഇൻ ദ സെൻസ് പള്ളിയിൽ പോകാൻ തുടങ്ങി, നിസ്കരിക്കാൻ തുടങ്ങി, നൊയമ്പ് വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 8-9 മാസമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ മുസ്ലിം ട്രഡീഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ by mistake, not by mistake, he met a girl. She's a Muslim girl 2 months ago and he fell in love with her. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഓക്കെ, കല്യാണം നടത്തി തരാം. പക്ഷേ ഇദ്ദേഹം മുസ്ലിം ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിനെ വെളിയിലാക്കിയേക്കുവാണ്. ഇപ്പം വീട്ടുകാരായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ, ഇപ്പം ഈ പയ്യൻ കുട്ടിയുടെ വീട്ടിൽ പോയി പെണ്ണ് ആലോചിക്കാൻ പോയപ്പോൾ വീട്ടുകാർ പറയുന്നത് ഒരു എഫിഡവിറ്റ് വേണമെന്നാണ്. അതായത് പ്രൂവ് മീ ദാറ്റ് യു ആർ എ മുസ്ലിം. അപ്പോൾ പണ്ട് തൊട്ടേ ഖുറാനിലും അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു അഫിഡവിറ്റ് വേണോ, ഒരു ഇസ്ലാം ആവണമെങ്കിൽ ഒരു ലീഗലി അങ്ങനത്തെ സംഭവം വേണോ, അതോ കലിമ ചൊല്ലിയിട്ട് ഒരു ഇസ്ലാം ആയാൽ പോരെ? ഒരു സുഹൃത്ത് മുസ്ലിം ആയപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു മുസ്ലിമായി എന്നതിന് ലീഗലായിട്ട് അഫിഡവിറ്റ് ആവശ്യപ്പെടുന്നു. അത് വേണോ, കലിമ ചൊല്ലി മുസ്ലിം ആയാൽ പോരെ എന്നാണ് ചോദ്യം. അയാൾ മുസ്ലിം ആകുന്നത് സർവ്വലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിച്ചിട്ടാണെങ്കിൽ, ആ സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ പഠിപ്പിച്ച മാർഗത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ, 2 സാക്ഷികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം കലിമ ചൊല്ലുന്നതോടുകൂടി അയാൾ മുസ്ലിമാകും, ഇസ്ലാമിൽ എത്തിച്ചേരും. അതോടുകൂടി അയാൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഭാഗമായി തീരും. അയാൾക്ക് ഇസ്ലാമികമായ ആചാരങ്ങൾ അനുഷ്ഠിച്ച് അയാൾ മുന്നോട്ട് പോകണം. എന്നാൽ ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യയിൽ ചില നിയമങ്ങളെല്ലാം ഉണ്ട്. ആ നിയമങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം അംഗീകരിക്കുവാനും അനുസരിക്കുവാനും ബാധ്യസ്ഥരാണ്. ഇന്ത്യ രാജ്യത്ത് വിവാഹം നടത്തുന്നതിന് വ്യത്യസ്ത ഏജൻസികളുണ്ട്. ആർക്കും ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം ചെയ്യാം. 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിക്കും 21 വയസ്സ് തികഞ്ഞ ഒരാണിനും, അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവർക്ക് വേണമെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം ചെയ്യാം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ മതപരമായി പള്ളികൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. 2 ക്രിസ്ത്യൻ പള്ളികൾക്ക്. ഇതേപോലെ തന്നെ ഹിന്ദു അമ്പലങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം 2 ഹിന്ദുക്കളെ. ഇതേപോലെ മുസ്ലിം പള്ളികൾക്ക്, മഹല്ലുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം 2 മുസ്ലിങ്ങളെ. 2 മുസ്ലിങ്ങളെയേ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റൂ അവിടെ. അങ്ങനെ 2 പേരും മുസ്ലിങ്ങളാണെങ്കിൽ മാത്രമേ പള്ളിയിൽ നിന്ന് വിവാഹം നടക്കൂ. അങ്ങനെ വിവാഹം നടക്കണമെങ്കിൽ തീർച്ചയായും ഇയാൾ മുസ്ലിമാണ് എന്നത് അള്ളാഹുവിൻ്റെ അംഗീകാരം പോരാ, നാട്ടിലെ നിയമത്തിൻ്റെ അംഗീകാരം വേണം. അങ്ങനെ നിയമത്തിൻ്റെ അംഗീകാരം വേണമെങ്കിൽ അതിനാണ് അഫിഡവിറ്റ് വേണമെന്ന് പറയുന്നത്. ചില പ്രത്യേക സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇവിടെ പള്ളി അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ പള്ളിയും പള്ളി കമ്മിറ്റിയും എല്ലാം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കുറ്റക്കാരാകും എന്നതുകൊണ്ടാണ് അവർ അഫിഡവിറ്റ് ആവശ്യപ്പെടുന്നതും അതുപയോഗിച്ചാണ് വിവാഹം ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതും. ആ കാര്യം മനസ്സിലാക്കുക.